ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. കുറേ ദിവസമായി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നൊരു കാര്യമാണ്. വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഞാൻ 2 തരത്തിലുള്ള ചീരയുടെ കൊമ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നിൻ്റെ പേര് നമ്മളിവിടെയൊക്കെ പറയുക പ്രഷർ ചീര എന്നൊക്കെ പറയും കേട്ടോ. കറക്റ്റ് എന്താ പേരെന്നറിയില്ല. ഒരെണ്ണം നമുക്ക് എല്ലാവർക്കും ഒരെണ്ണം ചായാമൻസ്. കുറേ നാളായി വിചാരിക്കണം ഇത് 2 ഒന്ന് നട്ടുപിടിപ്പിക്കണമെന്ന്. ഇപ്പോഴാണ് അപ്പം അതിനുള്ള അവസരവും സമയമൊക്കെ ഒത്തു കിട്ടിയത്. ഇവിടെ ശരിക്കും എന്താണെന്ന് വെച്ചാൽ നിറച്ചിങ്ങനെ കല്ലുകളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വേറൊന്നും നമുക്ക് നടാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ കൈക്കോട്ട് വെച്ചിട്ട് ഇങ്ങനെ കളച്ചാലൊന്നും കറക്റ്റ് പിടിക്കില്ല. അപ്പം ഞാൻ നല്ലൊരു മോനയുള്ളൊരു കത്തി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കുഴിച്ചിട്ട് ഓരോന്നായിട്ട് കുറച്ച് അകലത്തിൽ വയ്ക്കുകയാണ്. ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. കറക്റ്റ് വീഡിയോ കിട്ടുന്നുണ്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കണത്. ഇവിടെ ഇപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ വലിയ പെരുമഴ പോലെയൊന്നുമില്ല, ചെറിയ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പിടിച്ചു കിട്ടുമെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ചെറിയ നനവൊക്കെ ഉണ്ടാവില്ല, മണ്ണ് പിടിച്ചു കിട്ടുന്നതാണ് വ്യത്യാസം. ഈ 2 ചീരയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ പരിപാലനമൊന്നും ആവശ്യമില്ല. അത് തന്നെ ഇങ്ങനെ ഉണ്ടായിക്കോളും. അങ്ങനെ ഒരുപാട് ശാഖകളൊക്കെ വരുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ വെട്ടി നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും ഇങ്ങനെ തളിരിലകളുണ്ടാവും. വീട്ടിലൊക്കെ ഞങ്ങളെപ്പോഴും യൂസ് ചെയ്യണതാണ്. അപ്പം ഞാൻ കുറേ നാളായി വിചാരിക്കണതൊന്ന് കൊണ്ടുവന്ന് വെക്കണം എന്നുള്ളത്. ഇതാണ് ചായാമൻസിയുടെ കൊമ്പ്. അതിന് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴും അതെ, അതിനൊരുപാട് ഔഷധ ഗുണങ്ങളുള്ളതായിട്ടൊക്കെ കാണാനുണ്ട്. നിങ്ങൾക്കൊക്കെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും.